ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും കൊറോണ വൈറസിൽ നിന്ന് മുക്തമാകട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഡാറ്റ സ്ട്രക്ചറിൻ്റെ നെക്സ്റ്റ് സെഷൻ ബിഗിൻ ചെയ്യാണ്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. സാധാരണഗതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയണം. പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ കോൺസെപ്റ്റ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ആ സി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്വാൻസ് ചെയ്യുന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സൂം മീറ്റിംഗ് വഴി ഞാൻ നിങ്ങളെ ഒന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ചെറിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങളെ ലോജിക് ലെവൽ, നിങ്ങളെ പ്രോഗ്രാമിംഗ് ലെവൽ എവിടെയാണ്, എത്രത്തോളമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് പലരും എനിക്കത് പ്രോഗ്രാം എഴുതിയിട്ട് ഉടനെ തന്നെ അയച്ചെന്നുണ്ട്. പലരും വൈകിയാണ് അയച്ചെന്നുള്ളത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പലരും പ്രോഗ്രാം എഴുതാൻ അറിയില്ല, സി എന്ന് പറയുന്നതിൻ്റെ ലോജിക്കില്ല സാറേ എന്നാണ് എനിക്ക് അയച്ചതെന്നുള്ളത്. ഓക്കെ, പലരും പ്രോഗ്രാം എഴുതി അയക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എത്ര ഹെൽപ്പ് വേണമെങ്കിലും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, പ്രോഗ്രാമിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് 100% വേണം. ഞാൻ പറയുന്നൊരു കാര്യം ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ പ്രോഗ്രാം ആയിരിക്കാം, പക്ഷേ ഒരുപാട് എറേഴ്സ് അതിൻ്റെ അകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടേക്കും. അപ്പോൾ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ല. ഓക്കെ, അതൊക്കെ ശരിയാവും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ പ്രോഗ്രാമിനെ കറക്റ്റ് ചെയ്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിന് റൺ ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാം. മൊബൈലിൽ എഴുതാം, മൊബൈലിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഒക്കെ നിങ്ങൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾക്ക് C++ൻ്റെ അകത്തോ സീൻ്റെ അകത്തോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ C++ൻ്റെ അകത്താണ്, C++ ആപ്ലിക്കേഷൻ്റെ അകത്താണ്, ഫയലിൻ്റെ അകത്താണ് നിങ്ങൾ C പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് .c ഇട്ടിട്ട് സേവ് ചെയ്യണം. ഡിഫാൾട്ട് .cpp ആയിരിക്കും സേവ് ആവുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രിൻ്റ് സ്കാൻഎഫ് ഒന്നും വർക്ക് ചെയ്തോണമെന്നില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ .c ഫയലാക്കിയിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ആരോ ഒന്ന് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നില്ല, റൺ ചെയ്യുന്നില്ല എന്നുള്ളത് വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്, അത് C++ൻ്റെ അകത്ത് നമുക്ക് .c ഫയൽ റൺ ചെയ്യിക്കാം, പക്ഷേ സീൻ്റെ അകത്ത് cpp ഫയൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല, C++ ഫയൽ റൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ C++ ഫയലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ C++ ആപ്പാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തുള്ളതെങ്കിൽ നിങ്ങൾ .c ഇട്ടിട്ട് സേവ് ചെയ്യുക. അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത പ്രോഗ്രാം .c ഇട്ടിട്ട് സേവ് ചെയ്യും. അപ്പോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള പ്രോഗ്രാമിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ സിൻറ്റാക്സ് എറർ അല്ല, ബട്ട് അതിൻ്റെ ലോജിക് ആണ് ഞാൻ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് അയച്ചു തന്നിട്ടുള്ള എനിക്ക് സെൻഡ് ചെയ്ത ഒട്ടുമിക്ക പ്രോഗ്രാംസിനെയും ലോജിക്ക് ഓക്കെയാണ്. പല കാര്യത്തിൽ എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ലോജിക്കൽ എറർ എന്ന് പറയുന്നത് ആണ് ഇവിടെ ബിഗർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സിൻറ്റാക്സ് എറർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാം എഴുതുന്തോറും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ലോജിക്കൽ എറർ നമ്മൾ ബിൽഡ് ചെയ്ത് തന്നെ വേണം, നമ്മളതിൻ്റെ ആ ഒരു ലോജിക്ക് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക തന്നെ വേണം. ഇപ്പോൾ അയച്ചു തന്ന പ്രോഗ്രാംസൊക്കെ ഓക്കെ, അതിൻ്റെ അകത്ത് 1-2 ചില പ്രോഗ്രാംസൊക്കെ 100% ഓക്കെയാണ്. നിങ്ങളത് സ്വയം പ്രിപ്പയർ ചെയ്തായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാണ്. ഇനി മിസ്റ്റേക്ക് ഉള്ളത് തന്നെ ചില പ്രോഗ്രാംസൊക്കെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മൾ ഇൻറ്റ് x(10), ഇൻറ്റ് x(100) അല്ലെങ്കിൽ ഇൻറ്റ് x(50) ഇങ്ങനെ ആ 50, 10, 100 എന്നൊക്കെ പറയുന്നത് അരയുടെ ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ അരയുടെ സൈസാണ്. അതെപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതിന് പകരം നമുക്ക് x(n), x(m) ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചില പ്രോഗ്രാമിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് അവിടുത്തെ മിസ്റ്റേക്ക് ഉള്ളത്. ബാക്കിയൊക്കെ അതിൻ്റെ പ്രോഗ്രാമിംഗ് ലോജിക്കൊക്കെ സ്കില്ലൊക്കെ ഓക്കെയാണ്. ബാക്കി എനിക്ക് ചെയ്ത് അയക്കാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് ആ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് അതൊന്ന്
ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഞാനത് കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലാബ് സൈക്കിളിൻ്റെ അകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് അത് നിങ്ങൾ അയച്ചെന്നോ ഞാനത് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കാറുള്ള ഒരു വൈവ ക്വസ്റ്റ്യൻ ആണ്, യെസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ. തിയറി എക്സാമിന് അതുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഓർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഞാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ ഞാൻ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ഡയഗ്രാം ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഡാറ്റ സ്ട്രക്ചർ. അതിനെ നമ്മൾ ബേസിക്കലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. സോ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ മീൻസ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഓർ ബേസിക് ഡാറ്റ സ്ട്രക്ചർ ഓർ ഫണ്ടമെൻ്റൽ ഡാറ്റ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ എന്ത് പറയും, ഇൻഡ്, കെയർ, ഇൻഡ്, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഇത്രയും ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ, ഫണ്ടമെൻ്റൽ ഡാറ്റ സ്ട്രക്ചർ, ബേസിക് ഡാറ്റ സ്ട്രക്ചർ എന്നൊക്കെ പറയും. Because we are using this basic data structure or this data structure for the creation of other non-primitive data structure like array, linked list, stack and queue. That's why char, int, float, double and void are known as primitive data structures. Okay, അതുകൊണ്ടാണ് ഇത്രയും ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട്, യെസ് വാട്ട് ആർ ദ ബേസിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്, വൈ int char is a primitive data structure. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, ഇനി നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും. ഓക്കെ, ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ട്രീ ആൻഡ് ഗ്രാഫ്. ഇപ്പോഴും ശ്രദ്ധിക്കുക, വൈവക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, യെസ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വൈവാക്ക് അതുപോലെ തിയറി എക്സാമിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറായിട്ട് പറഞ്ഞിട്ടുള്ളത് അരയാണ്. അര എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെയിം വേ ഡൈനാമിക്കായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതുപോലെ CLOC എന്ന് പറയുന്ന ഫംഗ്ഷൻ, സീൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള 2 ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് malloc, CLOC. ചിലത് അതിനെ മാലോക്ക്, കാലോക്ക് എന്നൊക്കെ അതിന് വിളിക്കാറുണ്ട്. എനിവേ ദീസ് 2 ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മീൻസ് കമ്പൈലേഷൻ ടൈം, കമ്പൈൽ ടൈം. ഡൈനാമിക് മീൻസ് റൺ ടൈം. എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സ്റ്റാറ്റിക് മീൻസ് കമ്പൈൽ ടൈം, ഡൈനാമിക് മീൻസ് റൺ ടൈം. സ്റ്റാറ്റിക് എന്ന് പറയുന്നത് കമ്പൈലേഷൻ ടൈമിലാണ് അതിൻ്റെ മെമ്മറി അലോക്കേഷൻ നടക്കുക. ഡൈനാമിക് മീൻസ് യെസ് അതിൻ്റെ മെമ്മറി അലോക്കേഷൻ നടക്കുന്നത് റൺ ടൈമിലായിരിക്കും. അതാണ് ഇവിടെ സ്റ്റാറ്റിക്, ഡൈനാമിക് എന്ന 2 വേർഡ് ഉപയോഗിക്കാനുള്ള റീസൺ. ഇനി അര എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കായിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അര സ്റ്റാറ്റിക്കാണ്. ഇൻറ്റ് എ ഓഫ് 10. ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറയുന്ന സമയത്ത് എ എന്ന് പറയുന്ന അരയുടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. ഹുസ് സൈസ് ഇസ് 10. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ആ അരേൻ്റെ അകത്ത് മാക്സിമം നമുക്ക് സേവ് ചെയ്യാവുന്ന ഡാറ്റയുടെ അല്ലെങ്കിൽ അരേ വാല്യൂസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അത് കമ്പൈലേഷൻ ടൈമിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് അരേ സ്റ്റാറ്റിക്കായി മാറിയത്. ഓക്കെ, ഇനി അരേ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമുക്ക് malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ഇൻറ്റ് എ ഓഫ് 10 എന്ന് പറയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകമിങ് നമ്മൾ ചോദിക്കും ഹൗ മെനി നമ്പർ ഓഫ് അരേ എലമെൻറ്റ്സ് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എത്ര അരേ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഒരു വേരിയബിൾസിലേക്ക് വാങ്ങുകയാണ് ചെയ്യുക. സ്കാൻഫ് ഉപയോഗിച്ചിട്ട് ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. യെസ്, ആ വാങ്ങുന്ന അല്ലെങ്കിൽ ആ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് malloc എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്രയാണോ ഇൻകമിങ് വാല്യൂ അല്ലെങ്കിൽ ഇൻകമിങ് നമ്പർ ഓഫ് വാല്യൂസ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ malloc, CLOC വെച്ചിട്ട് ഡൈനാമിക് റൺ ടൈമിൽ നമ്മൾ അരേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. Okay, anyway in this figure we can see array is a static data structure. അപ്പോൾ ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ പറയൂ.
എന്നുള്ളതൊക്കെ വൈവൊക്കെ ചോദിക്കാറുണ്ട്, തിയറി എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. യെസ്, വി ക്യാൻ ഗീവ് ആർ ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്കറിയാത്ത, നമ്മൾ കേൾക്കാത്ത ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ. ദീസ് ആർ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ് ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ ഒക്കെ. ഇനി എന്തുകൊണ്ടാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആവുന്നത്? റൺ ടൈമിലാണ് നമ്മൾ അവർക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്തുന്ന ഏരിയയാണ് ഈ പറയുന്നതെല്ലാം. ലിങ്ക്ഡ് ലിസ്റ്റ്, ഇറ്റ്സ് ക്രിയേഷൻ, ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ, സെയിം വേ സ്റ്റാക്ക്, ക്യൂ. ഓക്കെ, അപ്പോൾ ലേറ്റർ നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ? നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡാറ്റ സ്ട്രക്ചർ ലീനിയർ ആണെങ്കിൽ യെസ്, ദാറ്റ് ഡാറ്റ സ്ട്രക്ചർ ആസ് എ particular order, sequential order for performing its operation. അതിൻ്റെ അകത്തേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ അകത്തു നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ടായിരിക്കും. ഇപ്പോൾ അരേ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ അരേൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അരേ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ഡാറ്റ സ്ട്രക്ചറാണ് അല്ലേ. അതിൻ്റെ അകത്ത് കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഡാറ്റ കീപ്പ് ചെയ്യുക. അതൊരു സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചറാണ്. 1 by 1 ആയിട്ടാണ് നമ്മൾ അതിൻ്റെ അരേൻ്റെ അകത്തുള്ള ഡാറ്റനെ പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനൊരു ലീനിയർ ഓർഡർ ഉണ്ട്, ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട്. ദാറ്റ്സ് വൈ അരേ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇറ്റ്സ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ, സ്റ്റോറിങ് ആൻഡ് റിട്രീവ്. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിട്രീവ് ചെയ്യുന്നതിനൊക്കെ നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, അതിനൊക്കെ എന്തുണ്ട്, ഒരു ലീനിയർ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ട്. ദാറ്റ്സ് വൈ വി കാൾഡ് ഇറ്റ് ആസ് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറുള്ള ഒരു തിയറി ക്വസ്റ്റ്യനാണ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ട്രീ ആൻഡ് ഗ്രാഫ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രീ എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്, ബോത്ത് ആർ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ദർ ഈസ് നോ സ്പെസിഫിക് ഓർഡർ ഫോർ പെർഫോമിംഗ് ഇൻ ഓപ്പറേഷൻ ഇൻ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഇൻ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ട്രീ ആൻഡ് ഗ്രാഫ്. നമുക്ക് ഡാറ്റനെ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ അകത്ത് നിന്ന് അറേഞ്ച് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ഡാറ്റ അതിനകത്ത് നിന്ന് റിട്രീവ് ചെയ്യാം. ദർ ഈസ് നോ സ്പെസിഫിക് ഓർഡർ. ദാറ്റ്സ് വൈ ട്രീ ആൻഡ് ഗ്രാഫ് ആർ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, classification of data structure. Data structure classification. That means ലാസ്റ്റ് ഫിഗറിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി അതിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ലീനിയർ മീൻസ് ഇൻ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ദ ഡാറ്റ ഐറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലീനിയർ സീക്വൻസ്. The data have a linear order for arranged in a linear order. ഡാറ്റ നമ്മളൊരു ലീനിയർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യുന്നു. സോ അറേ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. In same way, non-linear data structure, the data item are arranged not in sequence. There is no sequence. There is no specific order for storing and retrieving the data. That is tree and graph. Okay. മറ്റൊന്ന് homogeneous and non-homogeneous data structure. We can classify the data structures in different ways. That is linear data structure, non-linear data structure, then homogeneous data structure, then non-homogeneous data structure, and then static and dynamic. Okay, homogeneous means, array is an example of homogeneous data structure. Homogeneous means all elements are of same type, same characteristics. Array is an example of homogeneous data structure. അപ്പോൾ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഡാറ്റനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണെന്ത്, ഹോമോജീനിയസ് ഡാറ്റ സ്ട്രക്ചർ. നോൺ ഹോമോജീനിയസ് ഡാറ്റ സ്ട്രക്ചർ മീൻസ് is the element may or may not have a same data type. For example, structure. In C, we have structures. So, structure is a non-homogeneous, means heterogeneous data structure. Union is also a heterogeneous data structure. Next, static and dynamic. Static data structures are those whose size and structure associated memory locations are fixed at compile time. Okay,
we discussed it later detailedly. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത് നമ്മളിനി കൂടുതലായിട്ട് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റിൻ്റെ അകത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് തന്നെയാണ്. എനിവേ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് കമ്പൈലേഷൻ ടൈമിൽ ചെയ്യുന്നു, ഡൈനാമിക് എന്ന് പറയുന്നത് റൺ ടൈമിൽ ചെയ്യുന്നു. സോ സേ ദാറ്റ് ഇഫ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് സ്റ്റാറ്റിക്, ഇറ്റ് മീൻസ് ദാറ്റ് whose size and structure associated with the memory locations are fixed at compilation time. കമ്പൈലേഷൻ ടൈമിൽ തന്നെ അത് ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. കമ്പൈലേഷൻ ടൈമിൽ തന്നെ അതിൻ്റെ സൈസ് ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻ ഫിക്സഡ് ആയിരിക്കും എന്നുള്ളതാണ്. യെസ്, ഒരു ഡാറ്റ സ്ട്രക്ചർ സ്റ്റാറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സെയിം വേ ഡൈനാമിക് മീൻസ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് റൺ ടൈമിലാണ് സെറ്റ് ആവുക, എക്സിക്യൂഷൻ ടൈം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ ദോസ് വിച്ച് എക്സ്പാൻഡ് ഓർ ഷ്രിങ്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോഗ്രാം നീഡ് ആൻഡ് ഇസ് എക്സിക്യൂഷൻ. എക്സിക്യൂഷൻ്റെ ടൈമിൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. നെക്സ്റ്റ് ടൈമിൽ വീണ്ടും റൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ യെസ്, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഓരോ തവണ റൺ ചെയ്യുമ്പോഴും പർട്ടിക്കുലർ ഡാറ്റ സ്ട്രക്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ അരേ ഒരു സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ആസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ യൂസിങ് MLOC or CLOC ഫംഗ്ഷൻ. നമുക്ക് MLOC എന്ന് പറയുന്ന ഫംഗ്ഷന് CLOC എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ, അരേ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ആസ് എ dynamic data structure. Okay, anyway, when you are asking somebody give me an example for static data structure, we can say that array is a static data structure. So how we can convert array to a dynamic data structure? Yes, using MLOC or CLOC function we can convert static data structure into dynamic data structure in C. C ൻ്റെ അകത്തുള്ളതാണ് MLOC CLOC function. അത് C++ൻ്റെ അകത്തും അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ അരേനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അരേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡാറ്റ സ്ട്രക്ചറാണ്. അതൊരു സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചറാണ്. ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അരേ ഹാവ് എ ഇൻഡെക്സ് ഓർ കീ. ഈച്ച് എലമെൻറ്റ് ഐഡൻറ്റിഫൈഡ് ബൈ ആൻ ഇൻഡെക്സ് വാല്യൂ. ദ ഇൻഡെക്സ് ആർ നോർമലി സ്റ്റാർട്ടഡ് വിത്ത് 0 വാല്യൂ, 0. Okay, then or we can define as array is a collection of homogeneous data item having same name and same characteristics. എല്ലാ എലമെൻറ്റിനും, അര എലമെൻറ്റിനും സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടാവുക, സെയിം നെയിമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ എലമെൻറ്റിനെയും, അരേൻ്റെ അകത്തുള്ള ഓരോ എലമെൻറ്റിനെയും നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഇൻഡെക്സ് ഇനിഷ്യലി നോർമലി സ്റ്റാർട്ട് വിത്ത് 0. ഓക്കെ, നെക്സ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് is a dynamic data structure where each element is made up of 2 items. Linked list എന്ന് പറയുന്നത് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള each element is known as node. Each element is known as node. Okay, each element is known as node. ഹലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നോയ്സ് വന്നതുകൊണ്ടാണ്, ഞാൻ മറ്റൊരാൾ അവിടെ വന്നതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഒന്ന് എസ്കേപ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. മീൻസ് ഇറ്റ്സ് മെമ്മറി അലോക്കേഷൻ ആൻഡ് മെമ്മറി സൈസ് ആർ ഫിക്സഡ് അറ്റ് റൺ ടൈം ഓൺലി, ഡിസൈഡ് അറ്റ് റൺ ടൈം ഓൺലി. അപ്പോൾ റൺ ടൈമിലാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ മെമ്മറി അലോക്കേഷന് അതിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യുക. ദാറ്റ്സ് വൈ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഇനി അതിൻ്റെ ഏറ്റവും തൊട്ട് താഴെ ഇനി അതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂസിനെയും നമ്മൾ നോഡ് എന്നാണ് വിളിക്കുക. വി കാൾ ഇറ്റ് ആസ് എ നോഡ്. ആൻഡ് നോഡ് ഹാസ് 2 പാർട്സ്, ഡാറ്റ പാർട്സ് ആൻഡ് എ പോയിൻ്റർ പാർട്ട്. അതിന് 2 പാർട്ടുണ്ട്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന് 2 പാർട്ടുണ്ട്. വൺ ഈസ് ഡാറ്റ പാർട്ട് ആൻഡ് അനദർ വൺ ഈസ് പോയിൻ്റർ പാർട്ട്. സോ ദ ഡാറ്റ പാർട്ട് വി കീപ് ദ വാല്യൂ. ആ വാല്യൂ നമുക്ക് എന്താണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് നമ്മൾ ഡാറ്റ പാർട്ടിൽ സേവ് ചെയ്യുക.
യെസ് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അല്ലെങ്കിൽ അതിനെ പോയിൻ്റർ പാർട്ട് എന്ന് പറയും. യെസ് അവിടെ നമ്മൾ നെക്സ്റ്റ് നോഡിൻ്റെ ഓരോ വാല്യൂവിനെയും നമ്മൾ നോഡെന്നാണ് വിളിക്കുക. ഓരോ നോഡിനും എന്തുണ്ട്, 2 പാർട്ടുണ്ട്. യെസ് ഡാറ്റ പാർട്ട് ആൻഡ് പോയിൻ്റർ പാർട്ട്. സോ ദ പോയിൻ്റർ പാർട്ട് വിൽ കീപ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ആ ഒരു സീക്വൻസിൽ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നോഡിൻ്റെ അകത്തുള്ള നെക്സ്റ്റ് നോഡിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സാണ് ഫസ്റ്റ് നോഡിൻ്റെ സെക്കൻഡ് പാർട്ടിലുണ്ടാവുക, പോയിൻ്റർ പാർട്ടിലുണ്ടാവുക. സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുണ്ടാവുന്നത് തേർഡ് നോഡിൻ്റെ അഡ്രസ്സായിരിക്കും. ഒന്നുകൂടെ പറയാം, തൊട്ട് താഴെ 12, 19, 37 എന്ന 3 നോഡുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ 12 എന്ന് പറയുന്ന നോഡ് അതിൻ്റെ ഡാറ്റാ പാർട്ടിൽ 12 കീപ്പ് ചെയ്തു. അതുപോലെ തന്നെ 99 എന്ന് പറയുന്ന നോഡിൻ്റെ ഡാറ്റാ പാർട്ടിൽ 99 കീപ്പ് ചെയ്തു. 37 ഉള്ള നോഡിൻ്റെ ഡാറ്റാ പാർട്ടിൽ 37 വെച്ചു. ഓക്കെ, 12 എന്ന് പറയുന്ന നോഡിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അല്ലെങ്കിൽ പോയിൻ്റർ പാർട്ടിൽ നമ്മൾ 99 എന്ന് പറയുന്ന നോഡ് മെമ്മറിയിൽ എവിടെയാണോ കീപ്പ് ചെയ്തിട്ടുള്ളത്, യെസ് അതിൻ്റെ അഡ്രസ്സാണ് നമ്മൾ വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചറാണ്, കണ്ടിന്യൂസ് ആയിട്ടാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അറേൻ്റെ അകത്തുള്ള ഓരോ വാല്യൂ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, എന്നാൽ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് സെയിം വേ ഇറ്റ്സ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഓർ സീക്വൻഷ്യൽ ഡാറ്റ സ്ട്രക്ചർ, ബട്ട് ഈച്ച് നോഡ് മേ ഓക്യുപ്പൈ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഇൻ മെമ്മറി. അപ്പോൾ മെമ്മറിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും ആരുണ്ടാവുക, ഈ പറയുന്ന 12, 19 ഇതൊന്നും അഡ്ജസൻറ്റ് ലൊക്കേഷനിലാവില്ല. ദാറ്റ്സ് വൈ വി ആർ ഗിവിങ് എ പോയിൻ്റർ ഫ്രം 12 to 99. അപ്പോൾ 12 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ എവിടെയാണുള്ളത്, അവിടെ നിന്ന് 99ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്റർ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നമ്മളോട് പറഞ്ഞത് നമുക്ക് പോയിൻ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡാറ്റ സ്ട്രക്ചറിലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അപ്പോൾ എന്തോ ഉണ്ടാവുക, 12ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 99ൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും, 99ൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 37 അഡ്രസ്സ് ഉണ്ടായിരിക്കും. 37 ഈസ് ദ ലാസ്റ്റ് നോഡ്. സോ ദ ലാസ്റ്റ് നോഡ് ഓഫ് 37 അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ എന്താ ഉണ്ടാവുക, നള്ളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ null value. എന്താ ഉണ്ടാവുക, അതിൻ്റെ അകത്ത് null value ഉണ്ടാവുക. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് stack is basically a linear data structure. Array is a linear data structure, linked list is a linear data structure, stack is also a linear data structure. The data structure stack is called dynamic data structure. Okay, a stack is basically linear data structure. Insertion and deletion take place at one end called top. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇൻസേർഷനും ഡിലീഷനും ഒക്കെ നമ്മൾ ഒരു അറ്റ് എൻഡിലാണ് നടത്തുക. ദാറ്റ് ഇസ് നോൺ ആസ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. സ്റ്റാക്ക് എന്ന് പറയുന്നതിൽ 2 ഓപ്പറേഷനാണുള്ളത്, പുഷ്, പോപ്പ്. ഇൻസേർഷൻ ഓപ്പറേഷനെ നമ്മൾ പുഷ് എന്നും ഡിലീറ്റ് ഓപ്പറേഷനെ നമ്മൾ പോപ്പ് എന്നാണ് വിളിക്കുക. സ്റ്റാക്കിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതിന് സ്റ്റാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കോൺസെപ്റ്റ് ഓൺലി. അതൊരു അറേ മാത്രമാണ്. സ്റ്റാക്ക്, ക്യൂ, നെക്സ്റ്റ് പഠിക്കാനുള്ള ക്യൂ എല്ലാം എന്താണ്, ഒരു അറേ മാത്രമാണ്. ഓക്കെ, നോർമൽ അറേ. സോ അതിന് നമ്മളിങ്ങനെ നിവർത്തി വെച്ച രൂപത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണാം. അതിൻ്റെ അകത്തേക്ക് ഓരോ ഡാറ്റ പ്ലേസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ നമ്മൾ പുഷ് എന്ന് പറയും. ഇനി അറേൻ്റെ ഒരു എൻഡിൽ നിന്ന് മാത്രമാണ്, ലാസ്റ്റ് എൻഡിൽ നിന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, അറേനെ ഡിലീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് പോപ്പ് ഓപ്പറേഷൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് വന്ന അറേ എലമെൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റാക്ക് എലമെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് വന്ന എലമെൻ്റ് അല്ല നമ്മൾ ഫസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് അറേൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്ത എലമെൻ്റ് അല്ല നമ്മൾ പോപ്പ് ഔട്ട് ചെയ്യുക. ലാസ്റ്റ് പുഷ് ചെയ്തിട്ടുള്ള എലമെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയാനുള്ള റീസൺ അതാണ്. ഇറ്റ്സ് ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ ആ സ്പെസിഫിക് ഓർഡർ. അതിനൊരു സ്പെസിഫിക് ഓർഡർ ഉണ്ട്. അതുകൊണ്ടാണ് അത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറായിട്ട് മാറിയത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. സോ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ലേറ്റർ.
ഓക്കെ, സ്റ്റാക്ക്, ക്യൂ, ഗ്രാഫ്, ട്രീ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിവേ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കോൺസെപ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആണ് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഡയഗ്രം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ആൾസോ ഇറ്റ്സ് എ linear data structure, but it has a FIFO order, first in first out order. Stack is a last in first out order, LIFO order. Queue is a first in first out order. Okay, that is the insertion operation in queue is known as NQ, and the delete operation in queue is known as DQ. Okay, അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ NQ എന്നും ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ നമ്മൾ DQ എന്നുമാണ് ക്യൂവിൻ്റെ അകത്ത് പറയാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറാണ്. ഇനി അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാം. സാധാരണ നമ്മൾ കേൾക്കാറുള്ള ക്യൂ തന്നെയാണ് ഇവിടെയും ക്യൂ. ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ സി പി യുവിൻ്റെ അകത്ത് പ്രോസസ്സർ അലോക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ സി പി യു അലോക്കേഷന് വേണ്ടിയിട്ടാണ്, ഓരോ ടാസ്കിനെ സി പി യുയിലേക്ക് അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ശരിക്കും നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിനെ ഉപയോഗിക്കുന്നത്. ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറാണ്. ഫസ്റ്റ് വന്ന ഡാറ്റയാണ് ഫസ്റ്റ് പുറത്ത് പോവുക. എന്നാൽ സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് വന്ന ഡാറ്റയാണ് ഫസ്റ്റ് പുറത്ത് പോവുക. ഓക്കെ, ഫസ്റ്റ് ഓപ്പറേഷൻ നടത്തുക. എന്നാൽ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ക്യൂ തന്നെ, നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു. യെസ്, അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആളാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊസസ് ചെയ്യപ്പെടുക. യെസ്, സെയിം വേ ക്യൂ ഈസ് സെയിം കോൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ട്രീ എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. നെക്സ്റ്റ് ട്രീ ആണ്. ഇറ്റ്സ് എ ഹയറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചർ. സെയിം വേ ഇറ്റ് ഇസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ട്രീ എന്ന് പറയുന്നത് ഹയറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. അതൊരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. വി ക്യാൻ സീ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീ. ഓക്കെ, there is a top level distinguished node, that is root of the tree. That is root of the tree. A tree may have any number of children. ട്രീ എന്ന് പറയുന്നത് ഹയറാർക്കിക്കൽ ഡാറ്റ സ്ട്രക്ചറാണ്. പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് അവിടെ നമ്മൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിലേറ്റവും ടോപ്പ് നോഡിനെ, ഡിസ്റ്റിങ്വിഷബിൾ നോഡിനെ നമ്മൾ റൂട്ട് നോഡ് എന്ന് പറയും. യെസ്, എ നോഡ് മേ ഹാവ് എനി നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, ഒരു നോഡിന് എത്ര ചിൽഡ്രൻസ് വേണേലും ആവാം. ഓക്കെ, ഇനി അതിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണാവുന്ന ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, അതിൽ എ ആണ് റൂട്ട് നോഡ്. BCD എന്ന് പറയുന്ന എയുടെ ചൈൽഡ് നോഡാണ്. ഓക്കെ, അപ്പോൾ BCD എന്ന് പറയുന്ന എയുടെ ചൈൽഡ് നോഡാണ്. എ എന്ന് പറയുന്നത് BCD എന്നതിൻ്റെ പാരൻ്റ് നോഡും കൂടെയാണ്. ഓക്കെ, അപ്പോൾ EF എന്ന് പറയുന്നത് ബിയുടെ ചൈൽഡ് നോഡാണ്. ബി എന്ന് പറയുന്നത് EF എന്ന് പറയുന്ന നോഡിൻ്റെ പാരൻ്റ് നോഡാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് EF എന്ന് പറയുന്ന നോഡിൻ്റെ പാരൻ്റ് നോഡാണ്. ഓക്കെ, ഇങ്ങനെ ദർ ആർ ഡിഫറെൻറ്റ് ടെർമിനോളജീസ് റിലേറ്റഡ് വിത്ത് ട്രീ. സോ വി ക്യാൻ ഡിസ്കസ് ഇസ് ലേറ്റർ. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മളതിനെ ഡിസ്കസ് ചെയ്തിട്ട് ഒരുപാട് പറയേണ്ടതില്ല, കാരണം അത് പറയുന്ന സമയത്ത് നമുക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ നിങ്ങളൊരു ബ്രീഫ് ഐഡിയ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാത്തത്. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൾസോ അനദർ ഡാറ്റ സ്ട്രക്ചർ, അനദർ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, ഈച്ച് നോഡ് is termed as, or it's called as vertices. ഗ്രാഫിൻ്റെ അകത്ത് വെർട്ടിസസ് എന്നാണ് നമ്മൾ ഓരോ നോഡിനെ വിളിക്കുക. ട്രീൻ്റെ അകത്ത് ഓരോന്നിനെ നമ്മൾ നോഡ് എന്നാണ് വിളിക്കുക. ട്രീൻ്റെ അകത്ത് നോഡ്. ഓക്കെ, ഓരോ ഒബ്ജക്റ്റിനെയും നമ്മൾ നോഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആ ട്രീൻ്റെ അകത്ത് ABC എന്നൊക്കെ പറയുന്നത് നോഡാണ്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ഗ്രാഫ് is a non-linear data structure. Each object is called as vertices. Objects are connected using lines known as edges. അപ്പോൾ വെർട്ടിസസിനെ നമ്മൾ കാണിക്കുന്നത് സർക്കിൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ എഡ്ജസിനെ നമ്മൾ കാണിക്കുന്നത് ലൈൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാം. ഓക്കെ, ഗ്രാഫ് 1, ഗ്രാഫ് 2, ഗ്രാഫ് 3 ബോത്ത് ആർ ഗ്രാഫ്സ്. ഓക്കെ, അപ്പോൾ ഒരു ട്രീയും ഒരു ഗ്രാഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ട്രീ is a non-linear data structure. Graph is a non-linear data structure. Then what is the difference between graph and tree? In the case of graph, we can create a cycle. But in the case of a tree, yes, we can't create any cycle. ട്രീൻ്റെ അകത്ത് നമുക്ക് സൈക്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഗ്രാഫിൻ്റെ അകത്ത് സൈക്കിൾ ഫോം ചെയ്യുക. That is the ultimate difference between graph and tree. Okay, a tree is a graph, but a graph is not a tree. Once again, a tree is graph and a graph
മേ നോട്ട് ബി എ ട്രീ. ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ട്രീ ആയിക്കോണമെന്നില്ല. ഓക്കെ, ഇവിടെ സെക്കൻഡ് ഗ്രാഫ് 2 നിങ്ങൾക്ക് കാണാം, അതൊരു ട്രീ ആണ് ആക്ച്വലി. ഓക്കെ, അവിടെ എന്തില്ല, ഒരു സൈക്കിൾ ഫോം ചെയ്തില്ല. ബട്ട് ഗ്രാഫ് 1 ആൻഡ് ഗ്രാഫ് 2 ഫോം എ സൈക്കിൾ. ഗ്രാഫ് 3 ഈസ് നോൺ എസ് എ ഡയറക്റ്റഡ് ഗ്രാഫ്, ഡയഗ്രാഫ് ഓർ ഡയറക്റ്റഡ് ഗ്രാഫ്. അതിൽ ആരോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അകത്ത് നിന്ന് ബിയിലേക്ക് വരാം, പക്ഷേ ദർ ഈസ് നോ വേ ടു ഫ്രം ബി ടു എ. ബീൻ്റെ അകത്ത് നിന്ന് എയിലേക്ക് ഒന്നുമില്ല, ഒരു ആരോ കൊടുക്കാത്തതുകൊണ്ട് ബി ടു എ ഇല്ല. ഓക്കെ, എന്നാൽ ഗ്രാഫ് 1 എന്ന് പറയുന്നത് ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ദർ ഈസ് നോ ഡയറക്ഷൻ. സോ എ ടു ബി, ബി ടു എ we can possible. Okay, that is the difference between graph and tree. Okay, ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് കഴിഞ്ഞ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഗ്രാഫ് എന്താണ്, ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു സെഷനിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ അത്രയും ഏരിയ ഞാൻ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ പറയുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കും സിലബസ്. ഓക്കെ, നമ്മുടെ 5 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഗ്രാഫ്, ട്രീ ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ബ്രീഫ് ഐഡിയ അതിനെക്കുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ബ്രീഫ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സെഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്നുണ്ട്, അതുപോലെ വാട്ട് ഈസ് എൻ അൽഗോരിതം, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ അൽഗോരിതം. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അതുമായിട്ട് കാണാം. ഓക്കെ, താങ്ക്സ്.